എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ യാത്ര ഏറ്റുമാനൂരേക്കാണ്. 7.5 പൊന്നാന പുറത്തെഴുന്നള്ളി ഭഗവാൻ എഴുന്നള്ളുന്ന ഏറ്റുമാനൂരപ്പൻ്റെ സന്നിധിയിലേക്ക്. കുംഭമാസത്തിൽ തിരുവാതിര ആറാട്ടായുള്ള 10 ദിവസത്തെ ഉത്സവമാണ് ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവം. അതിനിടയിൽ വരുന്ന 8-ാം വിളക്കും അന്ന് നടക്കുന്ന ആസ്ഥാന മണ്ഡപ ദർശനവും അവിടെ 7.5 പൊന്നാന ദർശനവും ഏറ്റവും ഗംഭീരമായ ഒന്നാണ്. നമുക്ക് ഇന്ന് അതിലേക്ക് പോകാം. കോട്ടയം ജില്ലയിൽ ഏറ്റുമാനൂർ നഗരഹൃദയത്തിൽ തന്നെ MC റോഡിൻ്റെ കിഴക്ക് വശത്ത് സ്ഥിതി ചെയ്യുന്ന വളരെ പ്രസിദ്ധമായ ശിവക്ഷേത്രമാണ് ഏറ്റുമാനൂർ മഹാദേവക്ഷേത്രം. രൗദ്രഭാവത്തിലുള്ള പരമശിവനാണ് മുഖ്യപ്രതിഷ്ഠ. രാവിലെ അഘോരമൂർത്തിയായും ഉച്ചയ്ക്ക് ശരഭമൂർത്തിയായും വൈകിട്ട് അർദ്ധനാരീശ്വരനായും സങ്കല്പിച്ചാണ് ആരാധന. സർവ്വദുരിതങ്ങൾക്കും ഇവിടുത്തെ ദർശനം ഫലപ്രദമെന്നാണ് വിശ്വാസം. ഈ ക്ഷേത്രത്തിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ച് നിരവധി ഐതിഹ്യങ്ങളും പ്രാദേശിക കഥകളും പുരാണ വസ്തുക്കളും നിലനിൽക്കുന്നു. പരശുരാമൻ സ്ഥാപിച്ച കേരളത്തിലെ 108 ശിവാലയങ്ങളിൽ ഒന്നാണിതെന്നും കരുതിപ്പോരുന്നു. ഏറ്റുമാനൂർ ക്ഷേത്രത്തിന് 1000-ലധികം വർഷം പഴക്കമുള്ളതായി കണക്കാക്കപ്പെടുന്നു. ക്ഷേത്രം ആദ്യം വടക്കങ്കൂർ രാജ്യത്തായിരുന്നു. ക്ഷേത്രത്തിൻ്റെ ഊരാഴ്മക്കാർ 8 മനക്കാരായിരുന്നു. ഇതുവഴി 8 മനയൂർ എന്ന സ്ഥലത്തിന് പേര് വന്നുവെന്നും അതാണ് ഏറ്റുമാനൂർ ആയതെന്നും പറയപ്പെടുന്നു. പിന്നീട് ക്ഷേത്രം തിരുവിതാംകൂർ ഏറ്റെടുക്കുകയും ഇന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുമാണ് ക്ഷേത്രം. ഈ മഹാക്ഷേത്രത്തിലെ ഏറ്റവും വലിയ ആകർഷണമാണ് ഇവിടുത്തെ 7.5 പൊന്നാന. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ 7 വലിയ ആനകളും ഒരു ചെറിയ ആനയും അടങ്ങുന്ന ശില്പങ്ങളാണിത്. ഈ ആനകൾക്കൊപ്പം ഒരു സ്വർണ്ണ പഴക്കുലയും ഉണ്ടാക്കിയിരുന്നു. പ്ലാവിൻ തടിയിൽ തീർത്ത് ഏതാണ്ട് 13 കിലോയോളം സ്വർണ്ണ പാളികൾ കൊണ്ട് പൊതിഞ്ഞാണ് ഈ ആനകളെ നിർമ്മിച്ചിരിക്കുന്നത്. കുംഭമാസത്തിൽ ഉത്സവത്തിനിടയ്ക്ക് 8-ാം നാളിൽ നടക്കുന്ന ആസ്ഥാന മണ്ഡപ ദർശനത്തിൽ ഭഗവാന്റെ തിടമ്പിനൊപ്പം 7.5 പൊന്നാനകളും പ്രദർശനത്തിന് വയ്ക്കും. വലിയ ആനകൾക്ക് 2 അടി ഉയരവും ചെറിയ ആനയ്ക്ക് 1 അടിയുമാണ് ഉയരം. ഇത് തിരുവിതാംകൂറിൻ്റെ സ്ഥാപകനായിരുന്ന അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ നേർന്ന വഴിപാടായിരുന്നു. എന്നാൽ അത് നടത്തും മുന്നേ അദ്ദേഹം നാട് നീങ്ങിപ്പോയതിനാൽ അദ്ദേഹത്തിൻ്റെ അനന്തരവനും പിൻഗാമിയുമായ കാർത്തിക തിരുനാൾ രാമവർമ്മയാണ് ഇത് നടക്കി വച്ചത്. കേരളത്തിലെ മിക്ക മഹാക്ഷേത്രങ്ങളിലേതും പോലെ വളരെ വിശാലമായ വട്ട ശ്രീകോവിലാണ് ഇവിടെയുള്ളത്. കരിങ്കല്ലിൽ തീർത്ത ഈ ശ്രീകോവിലിന് ഒറ്റ നിലയേയുള്ളൂ. ഇത് ചെമ്പ് മേഞ്ഞിരിക്കുന്നു. ശ്രീകോവിലിന് മുകളിൽ സ്വർണ്ണ താഴികക്കുടമുണ്ട്. ശ്രീകോവിലിന് അകത്ത് 3 മുറികളുണ്ട്. അവയിൽ കിഴക്കേ അറ്റത്തുള്ളതാണ് വിഗ്രഹം പ്രതിഷ്ഠിച്ച ഗർഭഗൃഹം. 3.5 അടിയോളം ഉയരം വരുന്ന ശിവലിംഗം 2.5 അടി ഉയരം വരുന്ന പീഠത്തിൽ പടിഞ്ഞാറോട്ട് ദർശനമായി പ്രതിഷ്ഠിച്ചിരിക്കുന്നു. അലങ്കാര സമയത്ത് ശിവന് പ്രിയപ്പെട്ട കൂവളമാല, തുമ്പപ്പൂമാല, രുദ്രാക്ഷമാല എന്നിവ കൊണ്ട് ശിവലിംഗത്തിൻ്റെ 3/4 ഭാഗവും മറഞ്ഞിരിക്കും. വിശ്വപ്രകൃതിയുടെ മൂല തേജസ്സിനെ മുഴുവൻ ആവാഹിച്ചുകൊണ്ട് ഏറ്റുമാനൂരപ്പൻ ശിവലിംഗമായി ശ്രീലകത്ത് വാഴുന്നു. ശ്രീകോവിലിന് ചുറ്റും മനോഹരങ്ങളായ ചുവർ ചിത്രങ്ങളും ദാരുശില്പങ്ങളുമുണ്ട്. വാമനമൂർത്തി, അഷ്ടാവക്ര മഹർഷി, ലക്ഷ്മീഭൂ സമേതനായ മഹാവിഷ്ണു, പത്നി സമേതനായ ഗണപതി, ശ്രീരാമ പട്ടാഭിഷേകം, ശ്രീകൃഷ്ണൻ്റെ രാസലീല, സൂര്യഭഗവാൻ തുടങ്ങിയവ ഇവയിൽ കാണാം. ശ്രീകോവിലിൻ്റെ തെക്കേ നടയിൽ ദക്ഷിണാമൂർത്തിയും ഗണപതിയും കുടികൊള്ളുന്നു. ഗണപതിയുടെ വിഗ്രഹം കാണണമെങ്കിൽ അല്പം ചെരിച്ചു നോക്കേണ്ടതുണ്ട്. കിഴക്കേ നടയിൽ ഒരു അടഞ്ഞ വാതിൽ കാണാം. അവിടെ പാർവതീ സാന്നിധ്യമുള്ളതായി വിശ്വസിച്ചു വരുന്നു. ആ നട തുറക്കാറില്ല. പകരം വിളക്കുവയ്പ് മാത്രമേ ഉള്ളൂ. ശ്രീകോവിലിൻ്റെ വടക്കു ഭാഗത്ത് ഓവ് കാണപ്പെടുന്നു. അഭിഷേക ജലം ഇതിലൂടെ ഒഴുകിപ്പോകുന്നു. ശിവക്ഷേത്രമായതിനാൽ ഇവിടെ പൂർണ്ണ പ്രദക്ഷിണം നടത്താറില്ല. 7.5 പൊന്നാനയുടെ ഐതിഹ്യം. 7.5 പൊന്നാനകൾ അഷ്ടദിഗ്ഗജങ്ങളെ പ്രതിനിധീകരിക്കുന്നു എന്നാണ് ഐതിഹ്യം.
ഐരാവതം, പുണ്ഡരീകം, കൗമുദം, അഞ്ജന, പുഷ്പദന്തം, സുപ്രതീകം, സാർവഭൗമൻ, വാമനൻ എന്നിവയാണ് ദിഗ്ഗജങ്ങൾ. വാമനൻ ചെറുതാകയാൽ അര പൊന്നാനയാകുകയാണ് ഉണ്ടായതത്രേ. 7.5 പൊന്നാന വർഷത്തിൽ കുംഭമാസത്തിൽ മാത്രമാണ് ഭക്തരുടെ ദർശനത്തിനായി പുറത്തെടുക്കുക. ക്ഷേത്രത്തിലെ ആസ്ഥാന മണ്ഡപത്തിൽ അർദ്ധരാത്രി 12 മണിക്കാണ് 7.5 പൊന്നാന ദർശനം തുടങ്ങുന്നത്. പൊന്നാനകളെ ദർശിച്ച് കാണിക്കയർപ്പിച്ച് ഏറ്റുമാനൂരപ്പനെ പ്രണമിക്കാൻ ആയിരങ്ങൾ അന്ന് ക്ഷേത്രത്തിലെത്തും. 7.5 പൊന്നാന ദർശനത്തിലൂടെ സർവൈശ്വര്യവും സിദ്ധിക്കുമെന്നാണ് വിശ്വാസം. കുംഭമാസത്തിലെ രോഹിണി നാളിൽ അർദ്ധരാത്രി ഭഗവാൻ ശരഭമൂർത്തിയായി എത്തി ഇന്ദ്രൻ്റെ ബ്രഹ്മഹത്യാപാപം തീർത്തുവെന്നാണ് വിശ്വാസം. സകല ദേവന്മാരും സന്നിഹിതനാകുന്ന ശ്രീ പരമേശ്വരനെ വണങ്ങി കാണിക്കയർപ്പിക്കാൻ ഭക്തജന ലക്ഷങ്ങളാണ് എത്താറുള്ളത്. ഭഗവാന്റെ 7.5 പൊന്നാനകൾക്കൊപ്പമുള്ള എഴുന്നള്ളിയിരിപ്പ് കാണുവാനും അവിടെ കാണിക്ക അർപ്പിക്കാനുമായി ആയിരക്കണക്കിന് ആൾക്കാരാണ് എത്തിച്ചേർന്നത്. 3 മണിക്കൂറോളം നീണ്ട വലിയ ക്യൂ ആണ് അവിടെ രൂപപ്പെട്ടത്. ആ തിരക്ക് അവിടെ ഭഗവാന്റെ മുന്നിൽ നടക്കുമ്പോൾ മറ്റൊരു കൗതുകകരമായ കാര്യം ഞങ്ങൾ കണ്ടു. 7.5 പൊന്നാന ദിവസം എഴുന്നള്ളത്തിന് ഭഗവാന്റെ തിടമ്പേറ്റുവാനായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് പുതുപ്പള്ളി കേശവൻ എന്ന ഗജരാജനെയാണ്. ആ ഗജരാജനെ കുളിപ്പിച്ചൊരുക്കുന്ന രസകരമായ കാഴ്ചയാണ് നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നത്. തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് ദേഹം വൃത്തിയാക്കുന്നതിനായി പാപ്പാന്മാരോട് സഹകരിച്ച് അവൻ വെള്ളത്തിൽ ആസ്വദിച്ച് കുളിക്കുകയാണ്. 7.5 പൊന്നാനയെ കൂടാതെ രത്ന അലുക്കുകളുള്ള പൊന്നിൻകുട, നെന്മാണിക്യം, രത്നം പതിച്ച വലമ്പിരി ശംഖ്, കരിങ്കൽ നാഗസ്വരം, സ്വർണ്ണവിളക്ക്, സ്വർണ്ണക്കുടങ്ങൾ, സ്വർണ്ണ നാണയങ്ങൾ എന്നിവയുൾപ്പെടുന്ന സവിശേഷ ശേഖരം ഏറ്റുമാനൂർ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതയാണ്. ഭാരതമൊട്ടുക്കും ഏറ്റുമാനൂർ 7.5 പൊന്നാന ദർശനം പ്രസിദ്ധവും ഭക്തജനപ്രിയവുമാണ്. നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നുമായി തീർത്ഥാടക സഹസ്രങ്ങൾ ദർശന സായുജ്യവും അഭിലാഷപൂർത്തിയും തേടി 7.5 പൊന്നാന ദിവസം ദർശനത്തിനായി ക്ഷേത്രാങ്കണത്തിലെത്തുന്നു. കുളിയൊക്കെ കഴിഞ്ഞ് കുറിതൊട്ട് സുന്ദരനായി ഭഗവാന്റെ തിടമ്പേറ്റുവാനായി പുതുപ്പള്ളി കേശവൻ്റെ എഴുന്നള്ളത്ത് ഒന്ന് കാണേണ്ടത് തന്നെ. ആസ്ഥാന മണ്ഡപത്തിൽ നിന്നും ഭഗവാന്റെ തിടമ്പും 7.5 പൊന്നാനകളെയും ഓരോന്നോരോന്നായി വെളിയിലേക്ക് എഴുന്നള്ളിക്കുന്നു. അതിനുശേഷം കോലം വരച്ച കളത്തിൽ ഭക്തർക്ക് ദർശനം നൽകുന്നു.
കുളിപ്പിച്ചുകൊണ്ടിരുന്ന ആന ഏതാ? ഇവിടെ ഇട്ട് കിടന്ന് കുളിച്ചേ കേശവൻ തന്നെ. ആന തന്നെയല്ലേ തളം പേറ്റിരിക്കും. ഒടുവിൽ ക്ഷേത്രത്തിന് വലം വെച്ച് മുൻവശത്തെത്തി പഞ്ചാരിമേളത്തിൻ്റെ അകമ്പടിയോടെ പൊന്നാനകളും ആനപ്പുറത്തേറി നിൽക്കുന്ന ഭഗവാനും ഭക്തർക്ക് ദർശനമരുളുന്നു. ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാ ഭക്തർക്കും ഏറ്റുമാനൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോടെ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി.